നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ നാളായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത. കുവൈറ്റിൽ നിലവിലുള്ള പ്രവേശന വിലക്കിലുള്ള നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവ് നൽകുകയാണ് അധികൃതർ. ഗാർഹിക തൊഴിലാളികൾക്ക് കുവൈറ്റിലേക്ക് മടങ്ങി വരാൻ അവസരം ഒരുങ്ങുകയാണ്. 80,000-ഓളം ഗാർഹിക തൊഴിലാളികളെ തേടിയാണ് ആശ്വാസ വാർത്ത എത്തുന്നത്. ഇതിനായുള്ള ക്യാബിനറ്റ് അംഗീകാരം നൽകി. ഡിസംബർ 10 മുതൽ വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ചില രാജ്യങ്ങളിൽ നിന്നും ഗാർഹിക തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് മന്ത്രിസഭാ തീരുമാനം അനുസരിച്ച് ആരോഗ്യ നിർദ്ദേശങ്ങളും തുടർ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതിനും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ കുവൈറ്റിലേക്ക് 34 രാജ്യക്കാർക്കാണ് നേരിട്ടുള്ള പ്രവേശന വിലക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികൾക്കാണ് പ്രാഥമിക ഘട്ടത്തിൽ വരാൻ നിലവിൽ അനുമതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കാനാണ് അധികൃതരുടെ ശ്രമം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഗാർഹിക തൊഴിലാളികളുടെ സ്പോൺസർമാർ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതേസമയം കുവൈറ്റിലേക്ക് 5 രാജ്യങ്ങളിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികൾ വരുന്നതിന്റെ ഭാഗമായി തന്നെ ടിക്കറ്റ് നിരക്കിൽ അമിതമായ വർധനവ് പാടില്ലെന്ന് അധികൃതർ വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ഡിസംബർ 10 മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഗാർഹിക തൊഴിലാളികൾ വരുന്നതിന്റെ ഭാഗമായി മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് ആരോഗ്യ നിർദ്ദേശങ്ങളും തുടർ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതിനും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ തിരിച്ചെത്തുന്ന ഗാർഹിക തൊഴിലാളികളായവർക്ക് വിമാനത്താവളത്തിൽ വെച്ച് ആദ്യ PCR പരിശോധന നടത്തിയ ശേഷം മാത്രമേ 2 ആഴ്ചത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുള്ളൂ. ക്വാറന്റൈൻ കാലയളവ് പൂർത്തിയായാൽ തന്നെ വീണ്ടും കോവിഡ് പരിശോധന നടത്തുന്നതായിരിക്കും. ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞ ശേഷം തൊഴിലാളിക്ക് സ്പോൺസറോടൊപ്പം പോകാൻ സാധിക്കും. തൊഴിലാളികളുടെ വിമാന ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ ചെലവുകളും സ്പോൺസർ തന്നെയാണ് വഹിക്കേണ്ടതും. 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, താമസം, ഭക്ഷണം ഉൾപ്പെടെ ഒരു ദിവസത്തെ ചെലവ് 30 കുവൈറ്റ് ദിനാർ കവിയാതെ നിലവിൽ നേരിട്ട് പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ കുവൈറ്റിൽ എത്തിക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.